പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന മെഡിക്കൽ കോളേജ് ഗവേണിംഗ് കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചു. 5 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് അട്ടിമറിക്കപ്പെട്ടത്. 5 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് വീണ്ടും ഗവേണിംഗ് കൗൺസിൽ യോഗം ചേരാനിരിക്കെ ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വലിയ നിയമന അട്ടിമറി തന്നെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത്. ഇവിടുത്തെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന മെഡിക്കൽ കോളേജ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൻ്റെ തീരുമാനം നടപ്പാക്കുന്നതേയില്ല. 5 വർഷം മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, അതായത് നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. പക്ഷേ അതൊന്നും നടപ്പാകുന്നില്ല. വീണ്ടും ഇന്ന് ഗവേണിംഗ് കൗൺസിൽ ചേരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ലഭിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ അരുൺ. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഇന്നിപ്പോൾ വീണ്ടും ഒരു 5 വർഷത്തിന് ശേഷം ഗവേണിംഗ് കൗൺസിൽ യോഗം ചേരാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ഏതായാലും ഇന്ന് യോഗം ചേരുമ്പോൾ 5 വർഷം മുൻപ് ചേർന്ന യോഗത്തിന്റെ അജണ്ട, അതായത് 7ാമത്തെ അജണ്ടയായിട്ടുണ്ടായിരുന്നത് ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ PSCക്ക് വിടണം എന്നതായിരുന്നു. പക്ഷേ ആ യോഗത്തിലെ തീരുമാനങ്ങൾ പോലും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിന്റെ വിവരാവകാശ രേഖയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തകനായ രാജീവ് കേരളശ്ശേരിയാണ് ഈ വിവരാവകാശ ചോദ്യം ഉന്നയിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 167 അധ്യാപക ജീവനക്കാരും 291 അനധ്യാപക ജീവനക്കാരും ഉൾപ്പെടെ 458 ജീവനക്കാരാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ആരുടെയും നിയമനം PSC വഴി അല്ല എന്നുള്ളതാണ്. മാത്രമല്ല പൂർണ്ണമായും ഈ പട്ടികജാതി വകുപ്പിന്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിന് ഏകദേശം 1000 കോടിയോളം രൂപയാണ് ഇതുവരെ ചെലവാക്കിയിരിക്കുന്നത്. ഇത്രയും കോടി രൂപ നികുതി പണത്തിൽ നിന്ന്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ചെലവഴിച്ചിട്ടും അവിടെയുള്ള ഈ ജോലിക്ക് എടുക്കുന്ന ആളുകളെ അതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അരുൺ ആലത്തൂർ, ഇത് തന്നെയാണ് പൊതുജന സമൂഹത്തിനും മനസ്സിലാകുന്നത്. കാരണം അവിടുത്തെ നിയമനം PSCക്ക് വിടണമെന്ന് പറയുക, തീരുമാനമെടുക്കുക, എന്നിട്ട് എല്ലാം സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റുക. അത് തന്നെയല്ലേ 5 വർഷമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂർ, സാധാരണ ഈ PSC പരീക്ഷ എഴുതി ഒരു തൊഴിലിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയാണ്, പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായിട്ടും അതിൽ ഈ വിവരാവകാശ രേഖയിൽ പറയുന്നു കൃത്യമായിട്ട് ഈ മെഡിക്കൽ കോളേജിന് വിനിയോഗിക്കുന്ന ഫണ്ട് അത് പൂർണ്ണമായും സർക്കാർ ഫണ്ടാണ്, പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ടാണ് എന്ന് പറയുന്നു. ഇത്തരത്തിൽ പൂർണ്ണമായും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു. അതും മെഡിക്കൽ കോളേജാണ്. നമുക്കറിയാം, മറ്റേതെങ്കിലും വ്യവസായ കേന്ദ്രമോ മറ്റോ ഒന്നുമല്ല, ഇതൊരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഇത്തരത്തിൽ നിയമനങ്ങൾ PSC വഴി നടത്തി കൂടുതൽ ആളുകൾക്ക് തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളതിന് പകരം നിയമനങ്ങളിലൊക്കെ ഈ പാർട്ടിക്കാരായ അല്ലെങ്കിൽ സ്വന്തക്കാരായ ആളുകളെയൊക്കെ തിരികെ കയറ്റുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ ഇന്നിപ്പോൾ വീണ്ടും ഒരു യോഗം, ഈ ഗവേണിംഗ് കൗൺസിൽ യോഗം ഇന്ന് വീണ്ടും ചേരാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 വർഷം മുൻപ് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം പോലും ഇതുവരെ നടപ്പിലായിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാർ എന്തുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് ഉയരേണ്ട സാഹചര്യം. അത് വഞ്ചനാപരമായ നിലപാട് തന്നെയാണ് എന്ന് പൊതുപ്രവർത്തകർ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്.